ഫസ്റ്റ് ബ്രാഞ്ചാണ്. ഇപ്പോൾ മൈജിയെ പോലെ കേരളത്തിലുടനീളം ഒരു 500 ബ്രാഞ്ചുകൾ എത്രയും പെട്ടെന്നുണ്ടാവും. ഡ്രീമായ കോഫി ബണ്ണിന് ഇതിപ്പോൾ ഒരു ആദ്യത്തെ തുടക്കമാണ് അല്ലേ? ഫസ്റ്റ് ബ്രാഞ്ചാണ്. ഇപ്പോൾ മൈജിയെ പോലെ കേരളത്തിലുടനീളം ഒരു 500 ബ്രാഞ്ചുകൾ എത്രയും പെട്ടെന്നുണ്ടാവും. എൻ്റെയും ഒരു ഇനോഗ്രേഷൻ സെയിം സമയത്ത് നടക്കുന്നുണ്ട്. ഇന്ന് റാന്നിയിൽ എൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ ആ റാന്നിയിലെ ഉദ്ഘാടനം മാറ്റിയിട്ടാണ് റമീസെ നിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ പടർന്ന് പന്തിരിക്കേണ്ട കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ JCCയിലൊക്കെ തന്നെ നിന്റെ കോഫി ബണ്ണിൻ്റെ ബ്രാഞ്ച് വരട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. കോഴിക്കോട് എന്ന് പറയുന്ന സമയത്ത് ബേസിക്കലി ഇറ്റ്സ് എ സിറ്റി ഓഫ് ഫുഡ്. നമ്മൾ സിറ്റി ഓഫ് മ്യൂസിക്, സിറ്റി ഓഫ് കൾച്ചർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയൊരു ഒരു സ്പെഷ്യാലിറ്റിയാണ് നല്ല ഫുഡ് കിട്ടുക എന്നുള്ള, വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും റമീസിന് എല്ലാവിധ ആശംസകളും. ഐ സീ ഹ്യൂജ് പൊട്ടൻഷ്യൽ ഫോർ ദീസ് കൈൻഡ് ഓഫ് പുതിയ ഒരു കോഫി ബൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ബ്രാൻഡും പുതിയൊരു പേരും പുതിയ സ്റ്റൈലിലും ഒക്കെ തന്നെ ബണ്ണ് കഴിക്കാനുള്ള ഒരു സംഭവം. ഞാൻ സത്യം പറയുന്നത് രാവിലെ വരുന്ന സമയത്തെ വൈഫ് ചോദിച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബണ്ണ് കഴിക്കാനാണല്ലോ പോണേ,
പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞു. എന്തായാലും മാഷാ അല്ലാ ഫാന്റാസ്റ്റിക് നൈസ് എന്താ പറയാ, നല്ല ടേസ്റ്റി ആയിട്ടാണ് നല്ല ബണ്ണുകളൊക്കെ ഉള്ളത്. എല്ലാവിധ ആശംസകളും. പിന്നെ സുബൈർ ഖാന്റെ മോനാണല്ലോ, മോശം വരൂല. അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത് റമീസിന്റെ ഫാദറിനാണ്. ഇങ്ങനത്തെ ഒരു വാപ്പനെ കിട്ടുന്നതുകൊണ്ടാണല്ലോ പിന്നെ വാപ്പയുടെ യോക്കിയിലൊക്കെ പറഞ്ഞു വിട്ട് പുതിയ കോൺസെപ്റ്റ് ഒക്കെ കൂടെ കൊണ്ടുവന്ന് പിന്നെ നല്ലൊരു കോൺസെപ്റ്റാണ്. പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഡെയിലി പുതിയ വെറൈറ്റി വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അല്ല അതാണ് കോൺസെപ്റ്റ് റമീസിനാണ്. അപ്പൊ റമീസ് ഇങ്ങനെ കോൺസെപ്റ്റ് കൊണ്ടുവന്നതിന് ബാക്കിലുള്ള ഒരു സുബൈർ ഖാനാണ് എന്തായാലും യു കെയിലൊക്കെ വിട്ട് അവിടെ നിന്നുണ്ടായ പുതിയ കോൺസെപ്റ്റുകളാണ്. ഇത് നേരത്തെ ഷാജി പറഞ്ഞ പോലെ തന്നെ പിന്നെ സാറിന് KFC ഒക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നല്ലേ, ഇനി ബാക്കി യു കെയിലേക്കും ഇവിടത്തൊക്കെ അങ്ങോട്ട് പോകാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉഷാറാവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. മൈക്കെന്റെ കൈ കിട്ടിയത് എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു കോഫി ബൺ ഷോപ്പിൽ നമ്മൾ റമീസിന്റെ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അതുപോലെ തന്നെ എൻ്റെ മകന്റെ അടുത്ത ഫ്രണ്ടാണ് ഇഷാം. സുബൈർ ഖാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചങ്കാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ കോഫി ബണ്ണ് പോലത്തെ ഇപ്പൊ ഇങ്ങനത്തെ പുതിയ സംരംഭങ്ങൾ വളർന്നു വരട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. കോഫി ബൺ നല്ലൊരു ബ്രാൻഡായി മാറും എന്നുള്ള കാര്യത്തിൽ ഇന്നത്തെ ഉദ്ഘാടനത്തോട് മനസ്സിലായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അശ്വിനോട് ഞാൻ പറഞ്ഞൊരു വീഡിയോ എടുക്കണം. അപ്പോൾ ഇതെന്തായാലും ട്രെൻഡിങ് ആയിരിക്കും. കാരണം ഇവിടെ നല്ല പാർക്കിംഗ് ഉണ്ട്, നല്ല ആംബിയൻസ് ഉണ്ട്. പിന്നെ സുബൈർ ഖാൻ കഠിനാധ്വാനിയാണ്. ചെറുപ്പത്തിലെ അധ്വാനിച്ച് വലിയൊരു ലെവലിൽ എത്തിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ് ഇന്ന് പോവാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും റമീസ് ഇത് ദുബായ് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഫ്രാഞ്ചൈസി നമ്മളോട് ചോദിച്ചിട്ട് വേറെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് ആൾക്കാരോടുണ്ട്, മുസ്തഖി അഷ്റഫ് എല്ലാവരും ഉണ്ട്. മുജീബും ബിസിനസ് ക്ലബിൻ്റെ എല്ലാ ടീമും ഉണ്ട്. ഷാജിയും അവരും ഉദ്ഘാടനം ചെയ്തു. എന്തായാലും അത് മോശമാവില്ല, ഗംഭീരമാവും. അഭിമാനമുള്ള ഒരു ധന്യ മുഹൂർത്തമാണിത്. സുബൈറിനും അദ്ദേഹത്തിനും മക്കൾക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇത് പറഞ്ഞതുപോലെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും മറ്റ് വിദേശ രാജ്യങ്ങളും ഇതിൻ്റെ ബ്രാഞ്ചസ് വളർന്ന് പന്തലിക്കട്ടെ, മൈജിയെ പോലെ തന്നെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സുബൈർ ഖാന്റെ മകൻ്റെയും ഏറ്റവും പുതിയ സംരംഭമാണ്. സുബൈർ ഖാനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം വിശാലമായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് പല പദ്ധതികളും തുടങ്ങുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം ജനോപകാരപ്രദമായ ഒട്ടനവധി കാര്യങ്ങൾ നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന ഒരു വലിയ മനുഷ്യൻ കൂടിയാണ്. ഈ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നമ്മുടെ വലിയ സുഹൃത്ത് സുബൈർ ഖാന്റെ മകൻ റിലീസിന്റെ ഈ പുതിയൊരു സംരംഭം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെറൈറ്റി ഐറ്റംസ്, അതായത് മണ്ണിനും കോഫി ആയിട്ട് അവിടെ പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ട് ഈ ഹെവി ഫുഡിനെക്കാട്ടും അത് സിമ്പിളായിട്ട് തുടങ്ങിയിട്ടുള്ള ഈ ഒരു സംരംഭത്തിന് എൻ്റെ പേരിലും അതേപോലെ തന്നെ കേരള ഹോർമോൺ റെസ്റ്റോറന്റ് അസോസിയേഷന്റെ പേരിലും ആശംസകൾ അറിയിക്കുന്നു. ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ബിസിനസ് സമൂഹത്തിന് ഏറ്റവും അധികം ഇൻസ്പയർഡ് ആയിട്ടുള്ള 3 ആളുകളാണ് എൻ്റെ ചുറ്റുമുള്ളത്. ഈ ബിസിനസ് ക്ലബ് ആവട്ടെ, നമുക്ക് എല്ലാവർക്കും ഏത് മേഖലയിലും ഇവരുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച അല്ലെങ്കിൽ
ആ രീതിയിൽ വന്ന ഇവരെ തന്നെ ഈ മകന്റെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഈ ഒരു സംരംഭത്തിൽ ഉദ്ഘാടകരായി ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ആദ്യം തന്നെ ഭയങ്കര നന്ദി പറയാണ്. കാരണം എൻ്റെ വലിയൊരു സ്വപ്നം പോവാണ് ഇന്നൊരു ദിവസമാണെന്ന്. എനിക്ക് ഈ സ്വപ്നം കാണാവുന്നതിലപ്പുറമുള്ള കോഴിക്കോടിലെ ഏറ്റവും പ്രശസ്തരായ ബിസിനസ്സിൻ്റെ വലിയ വലിയ പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ച് ഇൻസ്പയർ ചെയ്യുന്ന ആളുകളാണ് എനിക്ക് ഈ വേദിയിൽ കിട്ടിയത്. അതിൽ പടച്ചതിനോട് നന്ദി പറയാണ്. ഒരു സ്വപ്നത്തിന് മുകളിൽ ഇറങ്ങിയതാണ്. പുതിയ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക് ഭയങ്കര കൗതുകവും ഒരു ഇഷ്ടമൊക്കെ തോന്നിയൊരു മേഖല. അത് വെച്ചിട്ട് ഒരു കുറച്ച് നല്ല സ്വന്തമായിട്ട് കുറച്ചൊരു റെസിപ്പി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാന്നുള്ള ആഗ്രഹം തുടങ്ങിയതാണ്. അത് നല്ല രീതിയിൽ ആയി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട്